ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ നാട്ടിൽ തന്നെ ഒരു വടംവലി മത്സരത്തിന് പോകാൻ കേട്ടോ. നമ്മുടെ നാട്ടിൽ നിന്ന് ഏകദേശം ഒരു 3-4 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ. മണ്ണൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്, നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ മണ്ണൂര്. അവിടെ വിങ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന ഒരു വടംവലി മത്സരത്തിൽ പങ്കെടുക്കാൻ പോവാണ്. പിന്നെ ഈ മാസം തന്നെ 28-ാം തീയതി ഞങ്ങളുടെ നാട്ടിലും വടംവലി മത്സരം ഉണ്ട്. അപ്പോൾ ആ മത്സരത്തിന് വേണ്ടി ഞങ്ങൾ ഒരു 5-8 ആൾക്കാർ ഇപ്പോൾ ഒരാഴ്ചയായിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഞങ്ങളെ കോച്ച് എന്ത് ചെയ്ത്, ഇവിടെ ഒരു വടംവലി മത്സരം ഉണ്ട്, അപ്പോൾ അവിടെ കൊണ്ടുപോയി പേര് കൊടുത്തു. അത് അഖില കേരള വടംവലി മത്സരമാണ് ഇന്ന് നടക്കുന്നത്. ഞങ്ങളത് ജില്ലാ അടിസ്ഥാനത്തിലുള്ള വടംവലി മത്സരമാണ്. അപ്പോൾ ഞങ്ങൾ ഈ ടീമിൽ നല്ല കില്ലാടികളായ ആളുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ ടീമിനായിട്ട് വലിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് അവിടുത്തെ ഈ വടംവലി മത്സരത്തിന്റെ നിയമങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ഞങ്ങൾ ഇന്നത്തെ വടംവലി മത്സരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇത് നമ്മുടെ കോഴിക്കോട് ഫറൂഖ് പാലാണ്. ഈ ഫറൂഖ് പാല ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ചെറിയ തരംഗം, എന്താ പറയുക, ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ പാലം പണിതുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ചില രാഷ്ട്രീയ പാർട്ടിക്കാരുടെ എന്താ പറയാ, രാഷ്ട്രീയ പാർട്ടി പ്രകടനവും മറ്റു കാര്യങ്ങളും പോലീസുകാരുടെ വഴി തടയലും പിടിച്ചു നിർത്തലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ ഉണ്ട്. അപ്പൊ നമ്മുടെ വിഷയം അതല്ല. നമ്മൾ വടംവലി മത്സരത്തിൽ പോകണം. വടംവലി, കമ്പോലി എന്നൊക്കെയാണ് ഞങ്ങളുടെ നാട്ടിൽ പറയുക. അപ്പൊ നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയാന്നുള്ളത് നിങ്ങൾ വീഡിയോ കണ്ടതിന് ശേഷം കമന്റ് ചെയ്യാം. അപ്പൊ ഇത് നമ്മുടെ ഫറൂഖ് പാലാണ്. അങ്ങനെ ഫറൂഖ് പാലം കഴിഞ്ഞു. അപ്പൊ ഞങ്ങൾക്ക് ഇവിടുന്ന് നാട്ടിൽ നിന്ന് ഏകദേശം ഒരു 4-5 കിലോമീറ്ററല്ലേ ഉള്ളൂ. അപ്പോൾ 5:30 മണിയാകുമ്പോൾ തന്നെ അവിടെ എത്താൻ വേണ്ടിയിട്ട് കോച്ച് ഞങ്ങളോട് പറഞ്ഞു. പക്ഷേ കുറച്ച് നേരം വൈകിപ്പോയി. എന്നാലും വേണ്ടിയില്ല, ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു കോച്ചൊക്കെ. അങ്ങനെ ഞങ്ങൾ നേരെ കമ്മിറ്റിക്കാരെ പോയി കണ്ടു. കമ്മിറ്റിക്കാർ ഞങ്ങളുടെ തൂക്കെടുക്കണം എന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ ഈ അഖില കേരള വടംവലി മത്സരം 600 കിലോ ആണ്. 600 കിലോ നമ്മൾ 7 പേരാണ് വലിക്കാൻ പോകുന്നത്. 7 പേര് കൂടി വലിക്കുന്ന സമയത്ത് 600 കിലോ മാത്രമേ പാടുള്ളൂ. എന്ന് വെച്ചാൽ 600 കിലോന്റെ ഉള്ളിൽ മാത്രമേ വെയിറ്റ് പാടുള്ളൂ. അതിൽ കൂടുതൽ വെയിറ്റ് ഉള്ള ആളുകളെ അവർ ഡിസ്ക്വാളിഫൈഡ് ചെയ്യും. അപ്പോൾ നമ്മൾ തൂക്കി നോക്കിയപ്പോൾ ഏകദേശം ഒരു 540 535 കിലോ ഉള്ളൂ. ഞങ്ങളെല്ലാവരും കൂടി അങ്ങനെ തൂക്കലെടുത്തു. ഇതാണ് നമ്മൾ വടംവലി മത്സരം നടത്തുന്ന സ്ഥലം. ആളുകളൊന്നും എത്തിയില്ല കേട്ടോ. അപ്പൊ അവരെന്തായാലും 5:30 മണിയാകുമ്പോൾ ടീമൊക്കെ വന്നിട്ട് കമ്പ് വലിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞങ്ങള് അത് ചിലപ്പോൾ അവർക്ക് എത്ര ടീം ഉണ്ടാവും എന്ന് കൺഫേം ആക്കാനോ അതിനൊക്കെ വേണ്ടിയായിരിക്കും. എന്തായാലും വേണ്ടിയില്ല. അപ്പൊ ഞങ്ങള് തൂക്കെല്ലാം കൊടുത്തതിന് ശേഷം ഞങ്ങൾ മെല്ലെ അവിടുന്ന് പുറത്തൊക്കെ പോയിട്ടൊന്ന് ചായ കുടിക്കാന്ന് വിചാരിച്ചു. ഇതാണ് ഞങ്ങൾ 7 പേര് കേട്ടോ. 1 2 3 4 5 പേരേ ഉള്ളല്ലോ എന്ന് എണ്ണുണ്ട്. ഇവിടെ 2 പേര്, അതാ 2 പേരും കൂടി വന്നു. അങ്ങനെ ഞങ്ങൾ ഈ 7 പേരാണ് ഞങ്ങൾ കമ്പ് വലിക്കാൻ പോണത്. ഞങ്ങൾ തന്നെയാണ് നാട്ടിൽ പ്രാക്ടീസും ചെയ്യുന്നത്. ഞങ്ങളുടെ നാട്ടിലെ കമ്പോലി മത്സരത്തിന് വേണ്ടി പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളും ഞങ്ങളാണ്. അങ്ങനെ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി പുറത്തൊക്കെ പോയി ചായയെല്ലാം കുടിച്ച് വന്ന് ഏകദേശം ഒരു 1/4 മണിക്കൂർ കഴിഞ്ഞ് വന്നപ്പോൾ കമ്പോലി മത്സരത്തിന്റെ ആ വേദി ആകെ ഒരു ചേഞ്ച് ആയി, നല്ലൊരു വൈബിലേക്ക് മാറി കേട്ടോ. അപ്പോൾ ആളുകളൊക്കെ എത്തി, അതിഥികളൊക്കെ എത്തി. അപ്പം എന്താണ് കമ്പോലി മത്സരം, എങ്ങനെയാണെന്നൊക്കെ കുറച്ച് കമ്പോലി മത്സരം നിങ്ങൾ കണ്ടതിന് ശേഷം ബാക്കി കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. അപ്പൊ രാത്രി ആയതിനെ കൊണ്ട് ചെറിയ ക്ലിയർ കുറവും കാര്യങ്ങളൊക്കെ ഉണ്ട്. മാനേ മധുര കരിമ്പേ മലർത്തേനെ മദന കുഴമ്പേ, മാനേ മധുര കരിമ്പേ മലർത്തേനെ മദന കുഴമ്പേ, ഒന്ന് വന്നാട്ടെ തെല്ലു നിന്നാട്ടെ, നാണമെന്തെ ചൊല്ലു ചൊല്ലു നാവിറങ്ങിപ്പോയോ, മാനേ മധുര കരിമ്പേ മലർത്തേനെ മദന കുഴമ്പേ. മിഴിയാൽ ചാട്ടുളി നീ എറിഞ്ഞാൽ ബോഗൻ വില്ല തനു ഞാൻ ബോറടിയാൽ തഴുകും. ഡോങ്കോ ഡോങ്കോ മണ്ടിപ്പെണ്ണെ മയിലേ, എന്നോടൊന്ന് സ്പീക്കിക്കൂടെ കുയിലേ, ഓടിവാ കരളെ പെണ്ണാള് പാടിവാ ലൗഗാനം, ഓടിവാ കരളെ പെണ്ണാള് പാടിവാ ലൗഗാനം, നാണമെന്റെ
നാവിറങ്ങിപ്പോയോ മാനേ പുള്ളി മാനേ കസ്തൂരി മാനേ മധുര കരിമ്പേ മലർത്തേനെ മദന കുഴമ്പേ ഒന്ന് വന്നാട്ട് അതെല്ലാം നിന്നാട്ട് നാണമെന്റെ ചൊല്ലു ചൊല്ലും നാവിറങ്ങിപ്പോയോ മാനെ മധുര കരിമ്പേ മലർത്തേനെ മദന കുഴമ്പേ ആപ്പിളൊത്ത കവിളിൽ ഗോൾഡൻ നുണക്കുഴിയിൽ ആ പ്രേമത്തിന്റെ ഹണിയോ കോപത്തിന്റെ കെണിയോ ഡോങ്കോ ഡോങ്കോ പൊൻകിനാവിൻ തളിരേ മാറാതെ നീ എന്റെ മൈൻഡിൻ കുളിരേ ഓടിവാ കരി ഫിഷ് കണ്ണാളെ പാടിവാ ലൗഗാനം ഓടിവാ കരി ഫിഷ് കണ്ണാളെ പാടിവാ ലൗഗാനം നാണമെന്ത് ചൊല്ലു ചൊല്ലു നാവിറങ്ങിപ്പോയോ മാനേ കലമാനേ കനകമാനേ മധുര കരിമ്പേ മലർത്തേനെ മദന കുഴമ്പേ ഒന്ന് വന്നാട്ടെ തെല്ലു നിന്നാട്ടെ നാണമെന്റെ ചൊല്ലു ചൊല്ലു നാവിറങ്ങിപ്പോയോ മാനെ മധുര കരിമ്പേ മലർത്തേനെ മദന കുഴമ്പേ ഞങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കമ്പ് വലിച്ച സമയത്ത്. അതായത് അപ്പോൾ എന്താ പറയാ, ഞങ്ങൾ ടീമാണ് ഈ കമ്പ് വലിക്കുന്നത്. നല്ല നല്ല അടിപൊളി ടീമിനായിട്ടാണ് ഞങ്ങൾ കമ്പ് വലിക്കുന്നത്. ഈ കറുപ്പ് ഷർട്ടും ജീൻസും ഇട്ടാളാണ് ഞങ്ങളെ കോച്ച്. ആദ്യത്തെ റൗണ്ട് ഞങ്ങൾ വിജയിച്ച്, രണ്ടാമത്തെ റൗണ്ടിൽ ഞങ്ങൾക്ക് പിടിച്ചിരിക്കാൻ കഴിഞ്ഞില്ല, പെട്ടെന്ന് തന്നെ ഫെയിലായി. പിന്നെ എന്താന്ന് വെച്ചാൽ നമ്മുടെ കാണികൾ ആവേശവും അതുപോലെ തന്നെ ആ ഒരു അറ്റ്മോസ്ഫിയർ ഒക്കെ എന്താ ചെയ്യുക, ഞങ്ങളെ നല്ലൊരു ആവേശത്തിലേക്ക് ആക്കി. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കമ്പ് വലി മത്സരം ആ ദിവസത്തെ. ഞങ്ങൾ മാക്സിമം പിടിച്ച് വലിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഞങ്ങൾ ചില സാഹചര്യങ്ങളിൽ ഞങ്ങൾക്ക് ആദ്യ റൗണ്ട് ജയിച്ചു, രണ്ടാമത്തെ റൗണ്ട് ഏതൊരു വലിയ കില്ലാടി ടീമിനായിട്ട് ഇനി വലിച്ചത്, അവരായിട്ട് പിടിച്ചിരിക്കാൻ കഴിഞ്ഞില്ല, കുറച്ചു നേരം പിടിച്ചിരുന്ന് തോറ്റുപോയി. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കമ്പ് മത്സരങ്ങളും അതിൻ്റെ ആവേശങ്ങളും. അതുപോലെ തന്നെ ആളുകൾ എന്താണ് പറയാ, ആളുകളോട് ഈ മത്സരത്തിനോടുള്ള ഒരു താല്പര്യവും മറ്റു കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്. ഞങ്ങൾ കുറച്ചു നേരം കമ്പ് മത്സരവും മറ്റു കാര്യങ്ങളൊക്കെ നോക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങള് കാലൊക്കെ മസിലൊക്കെ എന്താ പറയാ, മസിലൊക്കെ കയറി പോയിക്കണേ. അപ്പൊ ഞാൻ കുറച്ചു നേരം അപ്പുറമൊക്കെ പോയി റെസ്റ്റ് എടുത്തു. അപ്പൊ ജിതിനാണ് ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തത്. ഞാൻ പറഞ്ഞു ജിതിനോടൊന്ന് വീഡിയോ എടുക്കണം, മറ്റേ എൻ്റെ കാലിന് ചെറിയ ഒരു പിടുത്തം മസില്. കാരണം നമ്മൾ പ്രാക്ടീസ് ചെയ്യണ പോലെയല്ല നമ്മൾ കോമ്പറ്റീഷൻ ഇറങ്ങുമ്പോൾ. പ്രാക്ടീസ് ചെയ്യുന്നതിനെക്കാട്ടി എത്രയോ എഫേർട്ട് ഉണ്ട് നമ്മൾ കോമ്പറ്റീഷൻ ഇറങ്ങുമ്പോൾ എന്നുള്ള പുതിയ ഈ ഒരു എക്സ്പീരിയൻസിലൂടെ ഞങ്ങൾക്ക് മനസ്സിലായി. ഓക്കെ, അപ്പൊ ഞങ്ങള് ജയിക്കുന്നൊക്കെയുള്ള പ്രതീക്ഷ, ഇങ്ങനെ മോട്ടിവേഷൻ ഇങ്ങനെ കോച്ച് ഇടക്കിടക്ക് തരുന്നുണ്ട്, പിടിച്ചാൽ കിട്ടും എന്നൊക്കെ. പക്ഷെ എന്താന്ന് വെച്ചാൽ ഞങ്ങൾ പിടിച്ചപ്പോൾ ഞങ്ങൾക്ക് നല്ലൊരു ആത്മധൈര്യം, ഒരു ആത്മവിശ്വാസം വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾക്ക് ഏത് ടീമിനായിട്ടും ഒന്ന് പിടിച്ചു നോക്കാന്നുള്ളൊരു കോൺഫിഡന്റ് നമുക്ക് ഈ വടംവലി മത്സരത്തിൽ വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങളെ നാട്ടിലും ഇതുപോലെ വടംവലി മത്സരം ഇത്തരത്തിലാണോ, ഈ രീതിയിലാണോ എന്നൊക്കെ നിങ്ങൾ നോക്കാം. ഞങ്ങളെ ഈ നാട്ടിലത്തെ പോലെ തന്നെ നിങ്ങൾ വെയിറ്റ് അടിസ്ഥാനത്തിലാണോ അല്ലാതെയാണോ, ഞാനൊക്കെ എനിക്ക് തോന്നുന്നു ഞങ്ങളെ ചെറുപ്പത്തിലൊക്കെ ഇങ്ങനെ വെയിറ്റിന്റെ ഒരു അടിസ്ഥാനത്തിലുള്ള വടംവലി മത്സരങ്ങളൊന്നും കണ്ടില്ല. അതുപോലെ തന്നെ ഇപ്പോഴത്തെ നമ്മളെ ചേഞ്ച് അടിച്ചൊക്കെ പിടിക്കുന്ന സമയത്ത് ഈ തോർത്തിന്റെ ഉള്ളിൽ കൂടെ കയ്യുന്ന അങ്ങനത്തെ ചില മാറ്റങ്ങളൊക്കെ വടംവലി മത്സരത്തിൽ വന്നിട്ടുണ്ട്. പണ്ടുള്ള കാലത്ത് എൻ്റെ അച്ഛനും അച്ഛൻ്റെ അനിയന്മാരൊക്കെ നല്ലോണം വടംവലി മത്സരത്തിലും ഒക്കെ പങ്കെടുക്കുന്ന ആളുകളായിരുന്നു. അപ്പൊ അവരൊന്ന് ഇങ്ങനെ ഈ തരത്തിലുള്ള ഒരു വടംവലി മത്സരം എന്നൊക്കെ ഞാൻ അവരുടെ കൂടെ കാണാനൊക്കെ പോകായിരുന്നു. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റും കൂടി ഉണ്ട് വടംവലി മത്സരത്തിന് വേണ്ടിയിട്ട് പോകുന്ന സമയത്ത്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ വടംവലി മത്സരം. അപ്പോൾ ഈ ടീമിന് നല്ലൊരു ഫാൻ ഉണ്ടായിരുന്നു കേട്ടോ. ഈ ടീം, അവിടുത്തെ ജനങ്ങളും കാണികളൊക്കെ ആരാധകരൊക്കെ ഈ ടീമിനെ നല്ല മോട്ടിവേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ബാക്കിൽ നിൽക്കുന്ന ആളുണ്ടല്ലോ, മൂപ്പര് വളരെ കൂളായിട്ടാണ് പിടിച്ചിരിക്കുന്നത്. ഒറ്റ കൈനെ കൊണ്ടൊക്കെയാണ് കമ്പ പിടിച്ചിരിക്കുന്നത്. നിരങ്ങി മൂപ്പരാണ് ആ ടീമിനെ എന്ത് ചെയ്യണത്, നേതൃത്വത്തിൽ എന്താ പറഞ്ഞത് വേണ്ട വലിക്കാനുള്ള എല്ലാ പാങ്ങും ആ ടീമിന് വേണ്ടി കൊടുക്കുന്നത്. അങ്ങനെ ഒരു ടീമും ഇവിടെ മോശക്കാരല്ല, എല്ലാ ടീമും നല്ല ഇഞ്ചുള്ള പോരാട്ടമായിരുന്നു വടംവലി മത്സരം അവിടെ നടന്നത്. എല്ലാവർക്കും കാണികൾക്കൊക്കെ വളരെ ഹരാവണ രീതിയിൽ, ഒരു സന്തോഷം അല്ലെങ്കിൽ ഒരു ആവേശം ആവുന്ന രീതിയിലുള്ള വടംവലി മത്സരങ്ങളായിരുന്നു നടന്നത്.
അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് എടാ കുഞ്ഞെ അണലി സാബുവേ, ചത്തുപോയ നിന്റെ ചേട്ടൻ ചെകുത്താൻ ലാസറല്ല, അവന്റെ അപ്പൻ ലൂസിഫർ മാത്രം വന്നാലും പാപ്പൻ കപ്പും കൊണ്ടേ പോവത്തുള്ളൂ.